പ്രേം, നമ്മൾ ഈ ആണവ നിലയങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ആണവ നിലയങ്ങൾ നമ്മൾ ഉള്ളതായിട്ട് നമുക്ക് അറിവുണ്ട്. ഏതായാലും കേരളത്തിൽ പുതിയതായി ഒരു ആണവ നിലയം വരാൻ പോകുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? കേരളത്തിൽ ആണവ നിലയം അതിൻ്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാതെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കൂടംകുളത്തൊരു ആണവ നിലയം വരാൻ പോയപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പുകില്? അവിടുത്തെ കറണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും പച്ചരി മേടിച്ച് കഴിയുന്നത്. കൂടാതെ നമുക്കിപ്പോൾ ആതിരപ്പള്ളിയിൽ ഒരു ജലവൈദ്യുത പദ്ധതി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ച് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായം എന്താ? ജലവൈദ്യുത പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ എനർജിയാണ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏതാണ്ട് യൂണിറ്റിന് 2 രൂപയ്ക്ക് താഴെ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അത് പരിസ്ഥിതി സ്നേഹം ഉള്ളത് കൊണ്ട് നമുക്കത് പറ്റില്ല. ശരിയാണ്, കുറച്ച് പരിസ്ഥിതി നാശമൊക്കെ ഉണ്ടാകും. കാര്യം ഒന്നും ചെയ്യാതെ മറ്റൊന്നിന് വളമാകില്ല, അതൊരു പ്രകൃതി നിയമമാണ്. അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്നു. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആണവ നിലയമാണ്. നമുക്കിവിടെ താപവൈദ്യുത നിലയങ്ങൾ ഇപ്പോൾ കായംകുളത്തൊരെണ്ണം സ്ഥാപിച്ചതിൻ്റെ അവസ്ഥ അറിയാമല്ലോ, അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള മുതൽ മുടക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഏതായാലും കുറച്ചുകൂടി എന്താ പറയുക, ചെലവ് കുറഞ്ഞ വൈദ്യുതി എങ്ങനെ കിട്ടും, അതാണിപ്പോൾ കേരളത്തിന് വേണ്ടത്. ഇപ്പം തന്നെ നമ്മുടെ വൈദ്യുതി ബില്ലിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ താങ്ങില്ല. ഏതായാലും കേരളം ആണവ നിലയത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നു. അത് തന്നെയാണ് വാസ്തവം. ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്ക് BARC അവരുമായിട്ട് KSEB ചർച്ചകൾ നടത്തുന്നുണ്ട്. 2 സ്ഥലങ്ങളാണ് പരിഗണിക്കുന്നത്. ഒന്ന് കായംകുളത്തെ താപവൈദ്യുത നിലയത്തിൽ അവശേഷിക്കുന്ന ഭാഗം, മറ്റൊന്ന് ചീമേനി, കണ്ണൂരിലെ ചീമേനിയിൽ അവിടെയും ഇതേപോലെ ഒരു താപവൈദ്യുത നിലയമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് അവിടെയും ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ മറ്റേ കൂടംകുളം സമരമൊക്കെ നടന്ന സമയത്തുള്ള ഒരു ആശങ്കയുണ്ടല്ലോ, ആണവ, അതായത് ചെർണോബിൽ പ്രശ്നം ഉണ്ടായല്ലോ, ഫുക്കുഷിമ ആണവ നിലയമൊക്കെ പൊട്ടിത്തെറിച്ചല്ലോ. ഇതും പ്രശ്നമാണ്. നമ്മൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട എന്താ പറയാ വാതക ബോംബും ജലബോംബും ഒക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വിറ്റഴിക്കപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കൂടംകുളം സമീപത്ത് അത് ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ആ കറണ്ട് നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് എന്തോ. അപ്പോൾ ഏതായാലും നമുക്ക് ആണവ നിലയം വേണം. പക്ഷേ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ആശങ്കയുണ്ടല്ലോ, അത് വേണ്ട. ഇവിടെ ആണവ നിലയം ഉണ്ടെങ്കിൽ തന്നെയും അത് ഏറെക്കുറെ സേഫ് ആയിരിക്കും. പിന്നെ പൂർണ്ണമായും സേഫ് ആണെന്ന് ഒന്നിനെയും പറയാം. ഇപ്പം ജലവൈദ്യുത പദ്ധതിയെ പോലും പൂർണ്ണമായി സേഫ് എന്ന് പറയാനൊക്കില്ല. ഡാമൊക്കെ പൊട്ടിയാലുള്ള അവസ്ഥ ആലോചിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ആണവ നിലയം തുടങ്ങുന്നു, അത് നമ്മുടെ സ്വന്തം മെറ്റീരിയൽ വെച്ചിട്ട്. എന്താണെന്നറിയാമോ, നമ്മുടെ തീരപ്രദേശത്ത് പ്രത്യേകിച്ച് കൊല്ലം, ചവറ ആ മേഖലകളിൽ കരിമണൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ കരിമണലിൽ തോറിയം എന്നും പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഈ മോണോസൈറ്റ് എന്ന് പറയുന്നതാണ്, അതായത് ആ കറുത്ത മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മോണോസൈറ്റ് സാൻഡിൽ 10% തോറിയം ഉണ്ടെന്നാണ്. ഈ തോറിയം എന്ന് പറയുന്നത് ഈ ആറ്റോമിക് ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മുടെ ആണവ നിലയങ്ങളിൽ 2 തരം ഇന്ധനമാണ് ഉപയോഗിക്കുക. ഒന്നെങ്കിൽ യുറേനിയം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് തോറിയം. അപ്പോൾ വെടിമരുന്ന് പോലെ ഇരിക്കും അത് കാണാനായിട്ട്. അതെ. അപ്പൊ ഈ തോറിയം ഉപയോഗിച്ചുള്ള ആണവ പദ്ധതികളെ കുറിച്ച് ഇപ്പോഴല്ല, നമ്മുടെ ഹോമി ഭാഭ ഉള്ള കാലം മുതലേ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ആണവ പരിപാടികൾ നടപ്പിലാക്കുക. 1ാം ഘട്ടത്തില് യുറേനിയം ഉപയോഗിച്ചുള്ള ആണവ പദ്ധതികൾ അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 24 ആറ്റോമിക് റിയാക്ടറുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കൃത്യം പറയുകയാണെങ്കിൽ 6 സംസ്ഥാനങ്ങളിലായിട്ട് 24 ആണവ നിലയങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ ഇനി തോറിയം അധിഷ്ഠിതമായിട്ടുള്ള ആണവ നിലയങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് കേരളത്തിന്റെ സാധ്യത. ലോകത്തെമ്പാടുമുള്ള തോറിയം നിക്ഷേപത്തിൽ 25% ഇന്ത്യയിലാണ്. അതായത് കേരളം മാത്രമല്ല, കേരളം എന്ന് പറയുന്ന അറബിക്കടലിന്റെ തീരമാണ്. അപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് കിടക്കുന്ന തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് മേളിലോട്ട് ഉള്ള ഭാഗം വരെ ഈ പറയുന്ന കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പോൾ ലോകത്തുള്ള കരിമണൽ അല്ലെങ്കിൽ ഈ തോറിയം നിക്ഷേപത്തിന്റെ 25% ഇന്ത്യയിലാണെങ്കിൽ അതിൽ 30% കേരള തീരത്താണുള്ളത്. അപ്പോൾ ഈ തോറിയം എന്ന് പറയുന്ന, നമ്മൾ ഈ കരിമണൽ ഖനനത്തെ കുറിച്ചൊക്കെ എതിരെ നിരന്തരം വാദിക്കുമ്പോഴും ഇത്ര വലിയൊരു അനന്ത സാധ്യത നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് എന്നുള്ളത് ഓർക്കണം. കഴിഞ്ഞില്ല.
ഈ തോറിയം ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 400 വർഷത്തേക്ക് രാജ്യത്ത് മൊത്തം വൈദ്യുതി കൊടുക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ മഴയൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്തിന്? അടുത്തൊരു മിനിമം 400 വർഷം, 400 തൊട്ട് 700 വർഷം വരെ ഉപയോഗിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇനി ഈ തോറിയം അധിഷ്ഠിത ആണവ നിലയം ഉപയോഗിച്ചാലുള്ള ചില ഗുണങ്ങൾ കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഈ അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് പോവാം. അപ്പം ഈ തോറിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് യുറേനിയം ഉപയോഗിച്ചു? കാര്യം യുറേനിയം ഉപയോഗിച്ചാലുള്ള കുഴപ്പം വലിയ രീതിയിൽ ആണവ മാലിന്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന സാധനമാണ് അത് പുറന്തള്ളുന്നത്. ഈ പ്ലൂട്ടോണിയം ഒരു ആണവ മാലിന്യമാണ്. 2, യുറേനിയം അധിഷ്ഠിത പിന്നെ പ്ലാന്റുകൾ അപകട സാധ്യത കൂടിയതാണ്. കാര്യം യുറേനിയം എന്ന് പറയുന്നത് സ്വയം പ്രകൃതിദത്തമായി തന്നെ വിഘടിക്കുന്ന പെറ്റുപെരുകുന്ന ഒരു മൂലകമാണ്. അപ്പൊ അതിനെ നിയന്ത്രിതമായി ആറ്റോമിക് റിയാക്ടറിൽ നിയന്ത്രിതമായി പെറ്റുപെരുകാൻ അനുവദിച്ച് അതായത് നമ്മൾ ഈ ന്യൂട്രോൺ കടത്തിവിട്ട് അതിനെ വിഘടിപ്പിച്ചിട്ടാണ് അതിനെ ന്യൂക്ലിയർ ഫിഷൻ എന്നാ പറയുക. അതായത് 1, 10, 100, 1000, 10,000 അത് വലിയ ഊർജ്ജ പ്രവാഹം ഉണ്ടാക്കിയിട്ടാണ്. അല്ല, ഈ യുറേനിയം ശേഖരത്തിന്റെ പേരിലല്ലേ ഈ രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഇപ്പൊ കിടന്ന് അടിച്ചോണ്ടിരിക്കും. അതെ, അതിനെക്കുറിച്ചും പറയാം. അപ്പോൾ ഈ പറയുന്ന ആറ്റോമിക് റിയാക്ടറിൽ യുറേനിയം ഉപയോഗിക്കുന്ന ആറ്റോമിക് റിയാക്ടർ ഒരു റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അവിടെയാണ് മുമ്പ് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 2, അത് പുറന്തള്ളുന്ന ആണവ മാലിന്യം പ്ലൂട്ടോണിയം അത് ആണവ മാലിന്യമാണ്. നൂറ്റാണ്ടുകൾ കഴിയണം അതിന്റെ വികിരണം കുറയണമെങ്കിൽ. അപ്പോഴത് പൂർണ്ണമായി മാറില്ല. പിന്നെ എന്തുകൊണ്ട് ലോകം ഈ യുറേനിയത്തിന്റെ പുറകെ പോയെന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വൻശക്തി രാജ്യങ്ങളെല്ലാം ആണവ നിലയങ്ങളെ സമീപിച്ചത് ആണവായുധം ഉണ്ടാക്കാനുള്ള ഉപാധി എന്ന നിലയിലാണ്. മനസ്സിലായി. കാരണം ഒരു ആണവായുധം ഉണ്ടാക്കണമെങ്കിൽ യുറേനിയത്തെ അതിന്റെ 90% വരെ സമ്പുഷ്ടീകരിക്കണം. അതായത് പ്യൂരിഫൈ ചെയ്ത് വരണം. ആ സാധനം സാധ്യമാകണമെങ്കിൽ ഒരു റിയാക്ടറിൽ യുറേനിയം വർഷങ്ങളോളം പ്രോസസ്സിങ്ങിന് വിധേയമാക്കപ്പെടണം. മനസ്സിലായി. അപ്പോൾ അതിനുള്ളൊരു ഉപാധി എന്ന നിലയിലാണ് മുമ്പ് ഈ പറയുന്ന ആണവ വൈദ്യുത നിലയങ്ങളെ അവർ കണ്ടത്. അപ്പോൾ അവിടെ യുറേനിയമാണ് ഉപയോഗിച്ചത്. മനസ്സിലായി. ഇപ്പോൾ ആ കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ ആണവ നിലയങ്ങൾ പൂർണ്ണമായിട്ടും ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന് മാറി. അപ്പോഴാണ് നമുക്ക് ചിന്ത വന്നത് ഈ ആണവ മാലിന്യം ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഈ തോറിയം ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിദത്തമായി വിഘടിക്കുന്ന ഒരു സാധനമാണ്. നിയന്ത്രിതമായി അങ്ങോട്ട് വലിയ പ്രഷർ ചെലുത്തിയാൽ മാത്രമേ ഇവൻ പണി മുടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തോറിയം ഉപയോഗിക്കുന്ന ആണവ നിലയത്തിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ അങ്ങോട്ട് ന്യൂട്രോണിനെ വിടുന്ന പരിപാടി സ്വിച്ച് ഓഫ് ചെയ്ത് അതോടെ തീരും. ഒരു അപകടം ഉണ്ടാവില്ല. പിന്നെ ഇത് വളരെ യുറേനിയം ഉപയോഗിക്കുന്ന ആണവ നിലയത്തേക്കാൾ വളരെ കുറച്ചേ ആണവ മാലിന്യം ഇത് പുറന്തള്ളുകയുള്ളൂ. ഈ തോറിയം ഉപയോഗിക്കുന്ന പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന ആണവ മാലിന്യത്തിന് ഏറിയാൽ ഒരു 300, 400, 500 വർഷം കൊണ്ട് അതിന്റെ കാര്യം കഴിയും. പക്ഷെ മറ്റേതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പും പറയാനൊക്കില്ല. വീണ്ടും നൂറ്റാണ്ടുകൾ വേണ്ടി വരും ആ ആണവ മാലിന്യത്തിന്റെ വികിരണം കുറയ്ക്കാനായിട്ട്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടിപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന സംഗതി അവൈലബിൾ ആണ്. ഇനി ചേട്ടൻ നേരത്തെ പറഞ്ഞ യുറേനിയത്തിന്റെ പേരിലാണല്ലോ അടി നടക്കുന്നതെന്ന് സത്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഏകദേശം ഉള്ള യുറേനിയത്തിന്റെ അളവ് 3.5 ലക്ഷം ടൺ, 3.5 ലക്ഷം മെട്രിക് ടൺ യുറേനിയം നമുക്ക് മൊത്തം അവൈലബിൾ ആണ് എന്നാണ് കണക്ക്. അത് പറയുകയാണെങ്കിൽ രാജസ്ഥാൻ, മേഘാലയ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയേക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള യുറേനിയം എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പൊ നമുക്ക് യുറേനിയത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതൊന്നെങ്കിൽ കസാക്കിസ്ഥാൻ, കാനഡ, റഷ്യ ഇത്തരം രാജ്യങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരിക. അപ്പൊ ഇത് ഭാവിയിൽ ഈ രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര പ്രശ്നം ഉണ്ടാകുന്നെന്ന് കരുതുക. ഈ രാജ്യങ്ങൾ നമുക്ക് യുറേനിയം തരുന്നില്ല എന്ന് നിലപാടെടുത്താൽ രാജ്യം വലിയ പ്രതിസന്ധിയിലോട്ട് പോകും. സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് അപ്പൊ നമുക്ക് കസ്റ്റഡിയിൽ സാധനം ഉണ്ടല്ലോ, തോറിയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ അത് ഉപയോഗിച്ചുകൂടെ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ പറയുന്ന ഈ യുറേനിയം എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കയ്യിൽ പരമാവധി ഇല്ലാത്തത് കൊണ്ട് മുൻകാലങ്ങളിൽ ഉപരോധമടക്കമുള്ള സാധനങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം, നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ആണവ പരീക്ഷണം നടത്തിയല്ലോ.
ആ വാസ്തവത്തിൽ അതിനുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചത് അതിനു മുമ്പ് നമുക്ക് രാജസ്ഥാനിലും താരാപൂരിലും ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കാനഡയും അമേരിക്കയും സാങ്കേതിക സഹായം തന്നിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള ടെക്നോളജിയൊക്കെ അടിച്ചു മാറ്റിയാണ് നമ്മൾ കൊണ്ടുപോയി ആറ്റം ബോംബ് പരീക്ഷിച്ചത്. അത് നമ്മുടെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനുശേഷം ഈ യുറേനിയം സപ്ലൈ ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അമേരിക്ക നയിക്കുന്ന. അമേരിക്ക, റഷ്യ, UK, കാനഡ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തിന് നേരെ ഉപരോധം പ്രഖ്യാപിച്ചു. നമ്മൾ പല ന്യായീകരണങ്ങൾ പറഞ്ഞെങ്കിലും ഉപരോധം, അപ്പം നമുക്കിത് കിട്ടാണ്ടായി. അപ്പൊ പിന്നീട് വീണ്ടും നമ്മൾ സ്വന്തം നിലയിൽ ആണവ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വന്നു. രഹസ്യമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ടും മറ്റുമാണ് നമ്മൾ സ്വന്തം നിലയിൽ ആണവ പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോയത്. പക്ഷെ പിന്നീട് വാജ്പേയിയുടെ കാലത്ത് വീണ്ടും നമ്മളൊരു ആണവ പരീക്ഷണം നടത്തി. അപ്പോൾ കുറെ കൂടി കാര്യങ്ങൾ വഷളായി. അപ്പൊ പിന്നെ ആ ഉപരോധമൊക്കെ നീക്കി വരാനായിട്ട് നമ്മൾ കുറെ സമയമെടുത്തു. അപ്പൊ ഇത് ഈ യുറേനിയത്തിനെ അധിഷ്ഠിതമായിട്ട് മുമ്പോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, അതൊരു സുരക്ഷാ ഭീഷണിയാണ്, മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ആ സാധനം സ്വന്തമായി അവൈലബിൾ അല്ല, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഏതായാലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹോമി ഭാഭയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വിഭാവനം ചെയ്തതനുസരിച്ച് 3 സ്റ്റേജിലായിട്ടുള്ള ആണവ പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട്. ആദ്യത്തെ യുറേനിയം അധിഷ്ഠിതമായ ആണവ നിലയങ്ങൾ സ്ഥാപിച്ചു. രണ്ടാമത്തേത് ഇനി ഈ തോറിയം, ഈ നമ്മുടെ കടൽ തീരത്തുള്ള ഈ തോറിയം എന്ന് പറയുന്നത് നേരിട്ട് നമുക്ക് ആണവ നിലയത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ തോറിയത്തെ ഒരു ആറ്റോമിക് ഇത് പ്ലാന്റിൽ വെച്ചിട്ട് ഈ തോറിയത്തെ അതിലോട്ട് ന്യൂട്രോൺ കടത്തിവിട്ട് അതിനെ യുറേനിയം 233 എന്ന മറ്റൊരു മൂലകമാക്കി മാറ്റും. അതിന് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് അതാണ് നമുക്ക് പിന്നീട് യുറേനിയമായിട്ട് എടുക്കാം. മറ്റ് ഈ തോറിയം അധിഷ്ഠിത പ്ലാന്റുകളിൽ ഈ യുറേനിയം 233 ഉപയോഗിച്ചുള്ള ഇതായിരിക്കും നടക്കുക, പ്രോസസ്സിംഗ് ആയിരിക്കും നടക്കുക. അങ്ങനെ 3 ഘട്ടത്തിൽ ആദ്യം നമ്മൾ യുറേനിയം ഉപയോഗിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഉള്ള പ്ലാന്റിൽ നമ്മൾ ഈ സാധാരണഗതിയിലുള്ള യുറേനിയത്തോടൊപ്പം തന്നെ നമ്മൾ ഈ തോറിയവും കൂടി വെച്ചിട്ട് യുറേനിയം 233 ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങി. അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ യുറേനിയം, അതായത് തോറിയത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത യുറേനിയം 233 എന്ന മൂലകം ഉപയോഗിച്ചായിരിക്കും ഇനി ഉൽപ്പാദനം നടക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വിശാലമായ സാധനം നമ്മുടെ കടൽ തീരത്തുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനി ഭാവിയിൽ ഇതിൻ്റെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിഷേധമോ, അപ്പോൾ ഇത് എവിടെയായിരിക്കും വരാൻ പോകുന്നത്? അല്ലേ ഞാൻ പറഞ്ഞ 2 സ്ഥലങ്ങൾ. ഒന്ന് കായംകുളത്ത് താപവൈദ്യുത നിലയത്തിന്റെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. 2 ചീമേനി. ഈ 2 സ്ഥലങ്ങളാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, അതായത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സാധ്യതകൾ, ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. KSEB വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. സാധ്യതകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഉറപ്പായിട്ടും പ്രതിഷേധമായിരിക്കും ആദ്യം ഉണ്ടാകുക. കാത്തിരിക്കണം.